ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രമങ്ങുയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രമങ്ങുയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീയേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീയേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലീവ്മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ അപ്പോസ്തലന്മാർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലീവ്മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഒലീവ്മലയിൽ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. ഒലീവ്മലയിൽ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തത്. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് യേശു ഒലീവ്മലയിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരോട് ഒരു കാര്യം എടുത്തു പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും എന്ന വാഗ്ദത്തം അവർക്ക് ലഭിച്ചത് ഒലിവുമലയിൽ വെച്ചാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് പ്രാപിക്കാം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്നുള്ള കൽപ്പന തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാർക്ക് യേശുക്രിസ്തു കൊടുത്തത് ഒലിവുമലയിൽ വെച്ചാണ്. ഒലിവുമല പാപബോധം നൽകുന്ന മലയാണ്. ഒലിവുമല പ്രാർത്ഥനയുടെ മലയാണ്. ഒലിവുമല കൂട്ടായ്മയുടെ മലയാണ്. ഒലിവുമല പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം പകരുന്ന മലയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിധന്യത ലഭിക്കുമെന്നുള്ള വാഗ്ദത്തം ലഭിക്കുന്ന മലയാണ് ഒലിവുമല. ഒലിവുമലയെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നല്ലോ. ഒലിവുമല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരും എന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാർക്ക് വാഗ്ദത്തം നൽകിയ മലയാണ് ഒലിവുമല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങളെൻ്റെ സാക്ഷികളാകണം. ദൗ ഷാൽട്ട് ബി മൈ വിറ്റ്നസസ്. നിങ്ങളെൻ്റെ സാക്ഷികളാകും എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് നിങ്ങളെൻ്റെ സാക്ഷികളാകണം എന്ന് തർജ്ജമ ചെയ്യേണ്ട ഒരു ക്രിയാപദമാണ്. ദൗ ഷാൽ ബി മൈ വിറ്റ്നസസ്. നിങ്ങളെൻ്റെ സാക്ഷികളാകണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ആദ്യം യെരൂശലേമിൽ എൻ്റെ സാക്ഷികളാകും. പിന്നീട് യെരൂശലേം സ്ഥിതി ചെയ്യുന്ന യഹൂദ്യ നാട്ടിൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പിന്നീട് അയൽവക്കദേശമായ ശമരിയിൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പിന്നീട് ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഒരു ബിന്ദുവിൽ തുടങ്ങി ആ ഒരു പോയിന്റിൽ നിന്ന് വ്യാപിച്ചു. അത് കിണറിലെ വെള്ളത്തിൽ ഒരു കല്ലെടുത്തിട്ടാൽ ചിറ്റോളങ്ങളായി അത് പരിധികളിലേക്ക് വ്യാപിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ സാക്ഷികളാകുന്നത് ആദ്യം യെരൂശലേമിൽ, പിന്നെ യെരൂശലേം സ്ഥിതി ചെയ്യുന്ന യഹൂദ്യ നാട്ടിൽ, പിന്നീട് അതിൻ്റെ അയൽവക്കദേശമായ ശമരിയിൽ, പിന്നീട് അങ്ങ് അതിരുകളോളം ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്നുള്ള വാഗ്ദത്തം. പ്രിയപ്പെട്ടവരെ, സാക്ഷികളാകണമോ? പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവില്ലാതെ ആത്മാവിൻ്റെ സാക്ഷ്യം വരികയില്ല. സാക്ഷ്യം പറഞ്ഞാൽ പോരാ, സാക്ഷികളാകണം. സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ സാക്ഷ്യത്തോടെ ജീവിക്കുക എന്നാണ് അർത്ഥം. സാക്ഷികളായി ജീവിക്കുക എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സാക്ഷ്യമില്ലെങ്കിൽ പറയുന്ന വാക്കുകളിൽ സാക്ഷ്യത്തിന് പ്രസക്തിയില്ല, സാക്ഷ്യത്തിന് ശക്തിയില്ല, സാക്ഷ്യത്തിന് ജീവനില്ല. ജീവിതത്തിലാണ് സാക്ഷ്യം. എൻ്റെ സ്വന്തം ജീവിതത്തിൽ, എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ, എൻ്റെ കൊച്ചു ഭവനത്തിൽ, എൻ്റെ ചെറിയ ചുറ്റുപാടിൽ ഞാൻ ക്രിസ്തുവിനെ വഹിക്കുന്ന, ക്രിസ്തുവിനെ അനുഭവിക്കുന്ന, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാകുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന സാക്ഷ്യത്തിന് യാതൊരു വിലയുമില്ല. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ, ജീവിതത്തിൽ ക്രിസ്തു വരിക, ക്രിസ്തു നമ്മുടെ ജീവിതത്തിന് സാക്ഷ്യമായി മാറുക. ആ സാക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പ്രായോഗിക തലത്തിൽ നാം അനുഭവിക്കുന്ന സാക്ഷ്യമാണ് നമ്മുടെ നാവിലെ വാക്കുകളിൽ
പ്രസരിക്കുന്ന സാക്ഷ്യം, വാക്കുകളിൽ പ്രഖ്യാപിക്കപ്പെടുന്ന സാക്ഷ്യം. പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. ഒലിവുമലയിലാണ് ആ വാഗ്ദാനം കിട്ടിയത്. മാത്രമല്ല, ആ വാഗ്ദാനത്തോട് ചേർന്ന് കർത്താവ് ഒന്നുകൂടി അവരോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ നമുക്ക് വായിച്ച് കേൾക്കാം. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിലെ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. ഒലിവുമലയാണ്. യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. ഒലിവുമലയ്ക്ക് 11 ശിഷ്യന്മാർ പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. സുവിശേഷവേലയുടെ ആഹ്വാനം അത് ഒലിവുമലയിലാണ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ലഭിക്കുമെന്നുള്ളതായ വാഗ്ദത്തം ഒലിവുമലയിലാണ് ലഭിക്കുന്നത്. തീർന്നില്ല. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് യേശുക്രിസ്തു അവർക്ക് വാഗ്ദാനം നൽകുന്നതും ഒലിവുമലയിലാണ്. ഒലിവുമല, പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം ഞാൻ എല്ലാ കാലത്തും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നാണ്. ആ ഒരു വാക്യം മാത്രം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന് നാം ധരിച്ചു പോകരുത്. ആ ഒരൊറ്റ വാക്യം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്, ആ വാക്യം വെച്ചുകൊണ്ട് കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് മിഥ്യയായി നാം ചിന്തിച്ചു പോകരുത്. കാരണം അവിടെ ഒരു വ്യവസ്ഥ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാൾ നിങ്ങളോടുകൂടെയുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിച്ചാൽ ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. വ്യക്തമാണത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിച്ചാൽ ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെയുണ്ട്. അനേകർ ഈ വാക്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കർത്താവേ, നീ എന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി നിനക്ക് സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും പ്രാർത്ഥനയല്ല, അതൊന്നും ശരിയായ ആത്മീയമല്ല. എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മക്കളെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. നിങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കാം, ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിക്കണം. വളരെ ഗൗരവമേറിയ കാര്യമാണ്. യേശു കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ സാധിക്കുക, വചനത്തിൽ വള്ളിയും പുള്ളിയും മാറാതെ സ്വന്തം ജീവിതത്തിൽ അനുഭവമാക്കാൻ സാധിക്കുക. ഒരു ചെറിയ കാര്യം പറയാം. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഒന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ നാവിൽ കൂടി ദുഷ്ടനിൽ നിന്ന്, പിശാചിൽ നിന്ന് വരുന്നത് എന്തെല്ലാം ഉണ്ട്? ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. ഇതിലധികമായത് ഒരല്പം പൊടുപ്പും തൊങ്കലും വെച്ച് പറയുന്നത് അത് ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ്. ഒരു ചെറിയ നുണ പറയുന്നത്, അർത്ഥസത്യം പറയുന്നത്, പകുതി നേരും പകുതി നുണയുമായി പറയുന്നത്, അത് പിശാചിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളുടെ വാക്കെപ്പോഴും ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു വിശുദ്ധനായ ദൈവവൈതൽ ഒരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതെന്നെ ചിന്തിപ്പിച്ചു വന്ന്. ഞാൻ മാനസാന്തരപ്പെട്ട ആദ്യകാലത്ത് കേട്ടൊരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും ഞാൻ പോകാൻ പാടില്ലാത്ത ഒരു വഴിക്ക് കൂടി ഞാൻ പോയി. അവിടെ വേറെ ദുരുദ്ദേശം എനിക്കില്ല, എങ്കിലും മറ്റുള്ളവരത് അറിഞ്ഞാൽ അതിലൊരു പോരായ്മയുണ്ട്. അങ്ങനത്തെ ഒരു വഴിക്ക് കൂടി ഞാൻ പോയിട്ട് പോരുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ കയറി ഒരു പോസ്റ്റ് കാർഡ് വാങ്ങുകയും ചെയ്തു. ഞാൻ വന്ന് നടന്ന് അങ്ങനെ പോരുമ്പോൾ
കൂട്ടായ്മയുള്ളൊരു ദൈവവൈതലിനെ കണ്ടു. എന്നോട് ചോദിച്ചു, സാർ എങ്ങോട്ടാണ് പോയത്? ഉടനെ ഞാൻ ഇന്നടത്താണ് പോയതെന്ന് പറഞ്ഞില്ല. ഞാൻ പോയത് ഒരിക്കലും സാധാരണ രീതിയിൽ മറ്റുള്ളവർ കേട്ടാൽ ഒരു സാക്ഷ്യമില്ലാത്ത ഒരാളുടെ വീട്ടിലാണ് പോയത്. അത് ആൾ അറിയണ്ടായെന്ന് ഞാൻ വിചാരിച്ചു. ഞാനൊരു കാര്യം ചെയ്തു, നുണ പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ കാർഡ് ഉയർത്തി കാണിച്ചു. അപ്പോൾ ആ ആൾക്ക് മനസ്സിലാകും ഞാൻ നുണ പറഞ്ഞില്ല. ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കാർഡ് വാങ്ങാൻ പോയി എന്ന് ധരിച്ചോളും, കുഴപ്പമില്ല, ഉപദ്രവമില്ലല്ലോ. ആ ആളുടെ വീട്ടിൽ ഇത്തിരി മോശമായ സ്വഭാവമുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ വീട്ടിലാണ് പോയത്. അവിടെ വേറെ ദുരുദ്ദേശത്തിൽ നിന്ന് പോയതല്ല. പക്ഷേ എങ്കിലും അവിടെ പോയി എന്ന് പറഞ്ഞത് അത് മറ്റുള്ളവരറിഞ്ഞാൽ അതിലൊരു അപാകതയുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ പോയി എന്ന് പറയണ്ട, ആ കാര്യം മിണ്ടണ്ട. അതാണ്ട് പോസ്റ്റ് കാർഡ് എടുത്ത് ഉയർത്തി കാണിച്ചു, നുണ പറഞ്ഞില്ലല്ലോ. വാക്ക് ഉവ്വ എന്നും ഇല്ല എന്ന് ആയിരിക്കട്ടെ, ഇതിലധികമായത് ദുഷ്ടനും തരും, നുണ പറഞ്ഞില്ലല്ലോ. ആ ഒരു സംതൃപ്തിയിൽ ഞാൻ വീട്ടിലെത്തി. പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവ സാന്നിധ്യം കിട്ടുന്നില്ല, കർത്താവിൻ്റെ കൃപ കിട്ടുന്നില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുന്നില്ല. എവിടെയാണ് തെറ്റുപറ്റിയത്? ഉടനെ ദൈവാത്മാവ് മനസ്സിലാക്കി തന്നു, ഞാൻ വാക്കാൽ നുണ പറഞ്ഞില്ല. പക്ഷേ കാർഡ് ഉയർത്തി കാണിച്ചപ്പോൾ ആ ആൾക്ക് കിട്ടിയ ഇമ്പ്രഷൻ എന്താണ്, ആൾക്ക് കിട്ടിയ ബോധ്യം എന്താണ്? ഞാൻ കാർഡ് വാങ്ങാൻ പോയി എന്നുള്ള ആ ഒരു ബോധ്യമാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ വാക്കിൽ നുണ വന്നില്ലെങ്കിലും എൻ്റെ പ്രവൃത്തിയിൽ വ്യാജഭാവം ഉണ്ടായി. ഞാൻ അപ്പോൾ തന്നെ പുറപ്പെട്ടു എന്ന് ആ ദൈവദാസൻ പറഞ്ഞതാണ്. ആ വഴിക്ക് വെച്ച് ചോദിച്ച ദൈവവേദനെ കണ്ടു പറഞ്ഞു, ഞാൻ ഇന്ന സ്ത്രീയുടെ വീട്ടിൽ പോയതാണ്, അവൾക്ക് ഒരു നല്ല വാക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പോയതാണ്, വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചതിനെ പോയതാണ്, പിന്നെ അതൊന്നും നിങ്ങളോട് പറയണ്ട, അവിടെ പോയി എന്ന് കേട്ടാൽ വേറെ വല്ലതും തിരിച്ചാലോ എന്നോർത്ത് മിണ്ടണ്ടായെന്ന് വിചാരിച്ചുവെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാർഡ് ഉയർത്തി കാണിച്ചത്, പക്ഷേ അതിൽ വ്യാജഭാവം വന്നുപോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടാവുന്നപ്പോഴാണ് മനസ്സിലായത് തെറ്റുപറ്റിയെന്ന്. ഞാൻ നിങ്ങളോട് ഞാൻ നുണ പറഞ്ഞുപോയി, വാക്കാൽ പറഞ്ഞില്ലെങ്കിലും നുണ പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം. ഇത് പറഞ്ഞ് തിരിച്ചു വന്നു, ആത്മാവിൻ്റെ സാന്നിധ്യം കിട്ടി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞ ആ സാക്ഷ്യം എന്നെ നല്ലതുപോലെ ചിന്തിപ്പിച്ചു. വിശുദ്ധനായ ദൈവദാസൻ പറഞ്ഞ സാക്ഷ്യം എൻ്റെ ഹൃദയത്തിൽ പുളകം കൊള്ളിച്ചു, എന്നെ ചില തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നതിന് കാരണമായി തീർന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭാവത്തിൽ പോലും വ്യാജം വരരുത്, വ്യാജത്തിൻ്റെ കണിക വരരുത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്നെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എപ്പോഴും ഓർത്തുകൊള്ളൂ, യേശുക്രിസ്തു കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ആത്മീയ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. പുറമേ ഭക്തിമാർഗം അവലംബിക്കാം, പുറമേ ഭക്തി അഭിനയിക്കാം, പുറമേ കൗടഭക്തി കാണിക്കാം, പുറമേ മനുഷ്യരുടെ മുമ്പിൽ ഭക്തനായിട്ട് അഭിനയിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനാണെന്ന് ചമഞ്ഞു നടക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ സുവിശേഷകനാണെന്ന് ഒരു മേനിപ്പകിട്ടോടെ നടക്കാം. പക്ഷേ ഹൃദയങ്ങൾ അറിയുന്നതിന് മുമ്പിൽ അവിടെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം അമ്പരന്ന് പോകും. അയ്യോ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വ്യാജം വന്നല്ലോ, വ്യാജഭാവം വന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ ബാഹ്യമായ പാപങ്ങൾ വരാത്തപ്പോഴും അകത്ത് പാപത്തിൻ്റെ ഭാവങ്ങൾ വന്നല്ലോ, പാപത്തിൻ്റെ ചലനങ്ങൾ വന്നല്ലോ, പാപത്തിൻ്റെ മനോഭാവങ്ങൾ വന്നല്ലോ, പാപത്തിൻ്റെ പ്രകൃതികൾ വന്നല്ലോ. സ്നേഹിതരെ, നിങ്ങളിപ്പോൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന് നിങ്ങൾ എത്രത്തോളം ഗൗരവം കൊടുക്കുന്നുണ്ട്. പാപത്തിൻ്റെ പ്രവൃത്തി മാത്രമല്ല, പാപത്തിൻ്റെ ചിന്തകൾ, പാപത്തിൻ്റെ മനോഭാവങ്ങൾ, പാപത്തിൻ്റെ സ്വഭാവങ്ങൾ, പാപത്തിൻ്റെ നേച്ചർ, പാപത്തിൻ്റെ പ്രകൃതി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. യേശുക്രിസ്തു പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ഉപദേശിക്കണം. അത് സുവിശേഷന്മാരുടെ കടമയാണ്. അതാത് സ്ഥലത്ത് ചെല്ലുമ്പോൾ അതാത് സ്ഥലത്തിന് ഒത്തതുപോലെ പ്രസംഗിക്കരുത്. ആരെയും നോവിക്കാതെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുണ്ട്, ആരെയും വിഷമിപ്പിക്കാതെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുണ്ട്, ആർക്കും ഹൃദയത്തിൽ കുത്തുകൊള്ളാതെ ചെയ്യുന്ന പ്രസംഗങ്ങളുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ നല്ല വെള്ളയായിട്ട് പോരാം, മനുഷ്യരുടെ മുമ്പിൽ നല്ല ബഹുമതി കിട്ടാം, ആരെയും നൊമ്പരപ്പെടുത്തണ്ട. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഭാവത്തോടെ നിൽക്കാൻ സാധിക്കും. ഒലിവുമല തരുന്ന പാഠം അതാണ്. ഒലിവുമലയെക്കുറിച്ച് പലതും നാം ചിന്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ പാഠം എങ്ങനെ പ്രായോഗികമാണെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വചനത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരണുവിൽ പോലും വള്ളിയും പുള്ളിയും തെറ്റാതെ ഞാൻ ക്രിസ്തുവിൻ്റെ വചനം പ്രമാണിക്കുന്നെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് മലപ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂന്നെടുത്തെറിഞ്ഞ് കളക. രണ്ട് കണ്ണുള്ളവനായി
അഗ്നിരത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ പോകുന്നത് നിനക്ക് നല്ലത്. ദൈവത്തിന് സ്തോത്രം. നിന്റെ വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടിയെറിഞ്ഞു കളക. രണ്ട് കൈയുള്ളവനായി അഗ്നി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കയ്യനായി നിത്യജീവനിൽ പോകുന്നത് നിനക്ക് നല്ലത്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ജീവിതത്തിൽ പാപം വരാവുന്നതെല്ലാം ഛേദിച്ച് കളയുക. സംശയിക്കേണ്ട, അത് ആത്മാവിൽ നടക്കേണ്ട കാര്യമാണ്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞു. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ നോട്ടം ചൊവ്വുള്ളതോ? മോഹം അങ്കുരിക്കുന്നുണ്ടോ? മോഹചിന്തയോടുകൂടി നോക്കുന്നുണ്ടോ? ദ സെക്കൻഡ് ലുക്ക് ഈസ് സിൻഫുൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കാണാൻ വേണ്ടി നോക്കിയാൽ പാപം. യാത്ര ചെയ്തു അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയി ഒന്ന് കണ്ടു, പേടിക്കാനില്ല. അയ്യോ അയ്യോ എന്ന് പേടിക്കേണ്ട കാര്യമില്ല. ദ സെക്കൻഡ് ലുക്ക് ഈസ് സിൻഫുൾ. കാണാൻ വേണ്ടി നോക്കിയാൽ പാപമാണ്. മോഹത്തോടുകൂടി നോക്കിയാൽ പാപമാണ്. മോഹം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നോക്കിയാൽ പാപമാണ്. എന്തെല്ലാം കാണുന്നു. ലോകത്തല്ലേ ജീവിക്കുന്നത്. കണ്ണടച്ച് നടക്കാൻ പറ്റുമോ? കണ്ണടച്ച് നടക്കാൻ പറ്റുമോ? ബസ്സിലിരിക്കുകയാണ്, നിങ്ങൾ ബസ്സിൽ നിന്ന് പുറത്തോട്ട് നോക്കി, അവിടെ ഏതാണ്ടൊരു പോസ്റ്റർ, സിനിമാ പോസ്റ്റർ, അതിൽ ഒരു വൃത്തികെട്ടൊരു പടം. നിങ്ങൾ പിന്നെ കാണാൻ വേണ്ടി നോക്കാതിരുന്നാൽ മതി. ആരും പേടിക്കണ്ട. മോഹത്തോടു കൂടി നോക്കിയാൽ പാപം. കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നത് കർത്താവ് പറഞ്ഞു. നിസ്സാരമല്ല. കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. 5, 6, 7 അധ്യായങ്ങൾ. അത് മലപ്രസംഗം, യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യം മുതൽ, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുകൊണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. സ്നേഹിതരെ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഒന്ന് നിർത്തി വ്യക്തമായി ഒന്ന് വായിച്ച് ധ്യാനിക്കൂ. നിങ്ങളുടെ സ്വന്തം ജീവിതം പരിശോധിച്ച് നോക്കൂ. ഞാൻ എവിടെ നിൽക്കുന്നു? ഞാൻ ദൈവരാജ്യത്തിലോ? ഞാൻ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലോ? യേശുക്രിസ്തുവിനിൽ പ്രസാദിക്കുന്നുണ്ടോ? ഞാൻ സുവിശേഷം പ്രസംഗിച്ചു വന്നിരിക്കും, ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തു വന്നിരിക്കും, ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു വന്നിരിക്കും, ഞാൻ പ്രാർത്ഥനാ യോഗത്തിൽ പ്രസംഗിച്ചു വന്നിരിക്കും. സഹോദരങ്ങളെ, ഞാൻ അതിലും വിലയേറിയ വൻ ശുശ്രൂഷകൾ നടത്തിയെന്നിരിക്കും. മോനെ, നീ ചിന്തിക്കൂ. നിൻ്റെ ഹൃദയം എങ്ങനെ? ഹൃദയം ചൊവ്വുള്ളതോ? നിൻ്റെ ഹൃദയത്തിൻ്റെ നോട്ടം എങ്ങനെ? ഹൃദയത്തിൻ്റെ വീക്ഷണഗതി എങ്ങനെ? ഹൃദയത്തിൻ്റെ ഭാവം എങ്ങനെ? ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും കാണുന്ന, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. നിൻ്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസിൻ ചെറുക്ക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും. നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ എന്ന് 139-ാം സങ്കീർത്തനം ആദ്യത്തെ 10 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. യഹോവയായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. ദൈവപൈതലേ, ഒന്ന് ചിന്തിക്കൂ. നിൻ്റെ ഹൃദയത്തെ ദൈവം ശോധന ചെയ്താൽ നീ നേരോടെ നിൽക്കുമോ? നിൻ്റെ ഹൃദയത്തെ കർത്താവ് ശോധന ചെയ്താൽ നീ ചൊവ്വോടെ നിൽക്കുമോ? ദൈവസന്നിധിയിൽ തലയെടുപ്പോടെ നിൽക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിനക്ക് ചെന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്നത്തെ നിൻ്റെ ആത്മീയ നിലവാരം എങ്ങനെ? ഇന്നത്തെ നിൻ്റെ മനോഗതി എങ്ങനെ? ഇന്നത്തെ നിൻ്റെ സ്വഭാവം എങ്ങനെ? പൈസയുടെ കാര്യത്തിലുള്ള നിൻ്റെ സാക്ഷാത്തായ അവസ്ഥ എങ്ങനെ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണമേ. നാം വചനം കേൾക്കുന്നുണ്ട്, ധാരാളം വചനം കേട്ടവരാണ് നിങ്ങൾ.
ദൈവത്തിൻ്റെ വചനം ധാരാളം കേട്ടു, നിറപടിയായി വചനം കേട്ടു. ഞാൻ എളിമയോടെ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഭയമുണ്ട്. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, നിങ്ങൾ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുമോ? നിങ്ങൾക്കാർക്കും ഭാരം വരാതിരിക്കുമോ? നിങ്ങൾ വചനം കേട്ടവരാണ്, വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തവരാണ്, എനിക്കറിയാം, സമർപ്പണം എടുത്തവരാണ്, ഒരു മാനസാന്തരം കിട്ടിയവരാണ്. പക്ഷേ ഹൃദയം ശുദ്ധമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഉള്ളു ചൊവ്വായിട്ടില്ല, ഹൃദയം തകർന്നിട്ടില്ല, ഹൃദയം മുറിപ്പെട്ടിട്ടില്ല, ഹൃദയം നുറുങ്ങിയിട്ടില്ല, പാപബോധം വേണ്ടതുപോലെ വന്നിട്ടില്ല, പാപത്തെ വേണ്ടതുപോലെ ഉപേക്ഷിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ ചില തൃപ്തി വരുത്തിക്കൊണ്ട് നിങ്ങൾ സ്വയം സമാധാനിച്ച് മുന്നോട്ട് പോവുകയാണ്. മകനെ, ഇനിയും കഴുകൽ പ്രാപിച്ചേ പറ്റൂ. ദൈവവൈതലേ, ഇനിയും നീ കഴുകൽ പ്രാപിച്ചേ പറ്റൂ. മോളെ, നിൻ്റെ ഹൃദയം ഇനിയും കഴുകൽ പ്രാപിച്ചേ പറ്റൂ. നിൻ്റെ ഹൃദയം കഴുകൽ പ്രാപിച്ചല്ലെങ്കിൽ ഇന്ന് നീ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ പോവുകയില്ല. നീ കേട്ടില്ല എന്ന് പറയരുത്. ഒരു ദൈവരാജ്യമുണ്ട്, ഒരു മരണമുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. ദൈവ പൈതലേ, മരണമുണ്ട്, ന്യായവിധിയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇന്നത്തെ സ്ഥിതിയിൽ നീ ജീവിച്ചാൽ നിന്റെ ഉള്ളു കഴുകപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവ പൈതലേ, നീ ശ്രദ്ധയോടെ കേൾപ്പീൻ. ഇന്ന് നീ കേട്ടില്ല എന്ന് പറയരുത്. നീ ശ്രദ്ധയോടെ കേൾപ്പീൻ. ഇന്ന് നിന്നെ കഴുകാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തമുണ്ട്. ഇന്ന് വേണമെങ്കിൽ നിന്നെ കഴുകാൻ യേശുവിന്റെ തിരുരക്തം ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. ഇന്ന് അവൻ്റെ തങ്ക തിരുവിലാവ് തുറന്നിട്ടുണ്ട്. യേശുവിൻ്റെ തിരുരക്തം നിന്നോട് ഹൃദ്യമായി ഇടപെടുകയാണ്. നീ ഒന്ന് വിനയപ്പെടുമോ? കർത്താവേ, എൻ്റെ പുറമല്ല, എൻ്റെ അകം കഴുകിത്തരണമേ. എൻ്റെ അവയവങ്ങൾ വിശുദ്ധീകരിക്കണമേ. ഓരോ അവയവത്തിനുമുള്ള കറകൾ മായിച്ചു കളയണമേ. എന്നെ ഒന്ന് കഴുകണമേ, സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കണമേ. ഒരണുപോലും കറയില്ലാതെ എന്നെ പൂർണ്ണമായി കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ. പ്രാർത്ഥിപ്പീൻ ദൈവ പൈതലേ, പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, ഓരോരുത്തരും പ്രാർത്ഥിപ്പീൻ. പാപത്തെ ഓർത്ത് കരയുവീൻ, പാപത്തെ ഓർത്ത് അനുഭവിപ്പീൻ. മേലിൽ പാപം വരികയില്ലെന്ന് ഉറയ്ക്കുവീൻ. യേശുവേ, നിന്റെ തിരുരക്തം എന്നെ ഇപ്പോൾ കഴുകണമേ. പ്രാർത്ഥിപ്പീൻ. യേശുവേ, നിന്റെ തിരുവിലാവിൽ നിന്ന് പൊട്ടിയൊഴിയ ചെഞ്ചോര, നിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴിയതായ കുറ്റമില്ലാത്ത രക്തം ഇപ്പോൾ എന്നെ ഒന്ന് കഴുകണമേ. പ്രാർത്ഥിപ്പീൻ. ദൈവ പൈതലേ, ക്രിസ്തു യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. നിന്നെ കഴുകുന്ന രക്തത്തിൽ വീഴുവീൻ, രക്തത്തിൽ ആശ്രയിപ്പീൻ, തിരുരക്തത്തിൽ ശരണപ്പെടുവീൻ, പുതിയ തീരുമാനമെടുക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, കഴുകുന്ന സ്നേഹത്തിനായി സ്തോത്രം. സ്നേഹം നിറഞ്ഞ യേശുവേ, വീണ്ടെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പാപം വഹിച്ച് ക്രൂസിൽ മരിച്ച രക്ഷക, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ഒലിയുമലയിൽ ഉപദേശിച്ചല്ലോ കർത്താവേ. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവപാഠമാക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുതിയ അനുഭവത്തിലേക്കും പുതിയ തീരുമാനത്തിലേക്കും പുതിയ സമർപ്പണത്തിലേക്കും പുതിയ ആത്മനിറവിലേക്കും നയിക്കണമേ കർത്താവേ. എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. എല്ലാവരുടെയും മേൽ നിന്ന് ശാപദോഷങ്ങൾ മാറ്റണമേ. എല്ലാവരുടെയും മേൽ നിന്ന് ശാപങ്ങളും പാപങ്ങളും മാറ്റണമേ. എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് ശാന്തി പകരണമേ, അനുഗ്രഹം പകരണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരുടെ നിരയിൽ പറന്നെത്തുവാൻ ഈ വചനം കേട്ട് എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. കൃപയിൽ അവിടുന്ന് പൊതിയണമേ. സ്വർഗീയ നൽവരങ്ങൾ ഒഴുകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ.